സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ അസ്വി മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തിന് ശേഷമാണ് അല്ലേ വീഡിയോ ഇടുന്നത്. എന്താ വെച്ചാൽ നമ്മൾ റെഗുലർലി അസ്വി വ്ളോഗ്സിൽ ഇങ്ങനെ വീഡിയോസും അതുപോലെ തന്നെ ഇടയിൽ നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 21 ദിവസത്തെ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. കുറേ പേര് കേട്ടിട്ടുണ്ടാവും 21 ദിവസം അല്ലെങ്കിൽ 75 ദിവസം. 75 ദിവസമാണ് ശരിക്കും നമുക്കൊരു ഹാബിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ അത്രയും എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം നമ്മൾ 21 ദിവസം എല്ലാ ദിവസവും വർക്കൗട്ടും ചെയ്യും, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും എന്നുള്ള രീതിയിൽ കേട്ടോ. എനിക്ക് പിന്നെ ഡയറ്റിൻ്റെ ഇതില്ല, കാരണം എനിക്ക് വെയിറ്റ് ലോസ് അങ്ങനെ ഒരു കാര്യമില്ല. വെയിറ്റ് ഗെയിൻ മസിൽ ഗെയിൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഇതൊക്കെ കുറവായിരുന്നു. നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ ജിമ്മിൽ പോകുമ്പോൾ അവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ BMI ഇൻഡെക്സ് ഇപ്പോൾ ടച്ചായി, ലേശം കുറവായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു വെയിറ്റ് ഗെയിൻ വേണമായിരുന്നു. അത് ഓൾറെഡി ആയിട്ടുണ്ട്, BMI ഇൻഡെക്സ് ടച്ച് ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ, അതായത് മസിൽ മാസ് ഇല്ലേ, അത് കുറവുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറവുണ്ട്. വാട്ടർ ഇൻടേക്ക് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ വിചാരിച്ചു ഒരു 21 ഡേയ്സ് ചാലഞ്ച് എടുക്കാം. അപ്പം അത് നമ്മൾ റെഗുലറായിട്ട് അസ്വി വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഡെയിലി ജേർണൽ ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീക്കുക. അത് പിന്നെ ഞാൻ യൂഷ്വലി ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും അതൊരു ഹാബിറ്റായിട്ട് അങ്ങനെ റെഗുലറായിട്ടൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഒരു ചാലഞ്ച് പോകുന്നുണ്ട്. അപ്പം അതാണ് നമുക്ക് അസ്വി മലയാളത്തിൽ ചെറിയ ബ്രേക്ക് വന്നത്. ഇനിയിപ്പോൾ നോക്കാം, നമുക്ക് എന്തായാലും ആഴ്ചയിൽ 1-2 വീഡിയോ എന്തായാലും ഈ ഒരു മാസം അങ്ങനെ ഉണ്ടാവുള്ളൂ. ഈ മാസം കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു 5 കോട്ട് സെറ്റ്സ്. പക്ഷേ ഈ കോട്ട് സെറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കി മേടിച്ചതാണ്. പക്ഷെ ഒരെണ്ണം തെറ്റി വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ആണ്. ഇതെനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടു, പക്ഷെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അതെന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. യൂഷ്വലി ഇങ്ങനത്തെ കുറേ പേർക്ക് ഇഷ്ടപ്പെടാറുള്ളതാണ്. ഷോർട്സിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, റീലിൽ 2-3 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ ഷർട്ട് മോഡലിലാണ് വരുന്നത്. നല്ല രസമായിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ രീതിക്ക് ഫ്ലഫി ആയിട്ട് ഇങ്ങനെ സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെൽറ്റ് പോലെയുണ്ട്. ഇത് അത്യാവശ്യം ഇറക്കുണ്ട്, എല്ലാം ബാക്ക് കവർ ചെയ്യുന്ന രീതിയിലത്തെ നോക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പാൻസ് നോക്കുകയാണെങ്കിൽ ഇലാസ്റ്റിക് ആണ്. പിന്നെ 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് പോളിസ്റ്റർ ആണ് കേട്ടോ, പക്ഷെ ഇടാൻ നല്ല സുഖമാണ്, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിക്കിടക്കണതല്ലല്ലോ. ഈവൻ ചൂടുകാലത്താണെങ്കിലും നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഒരു പോളിസ്റ്റർ ക്രേപ്പ് മിക്സ് ആയിട്ടാണ് വരുന്നത്. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്, നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഇത് 660 രൂപയാണ് കേട്ടോ ഉള്ളത്. എനിക്ക് തോന്നുന്നു അത് വേർത്താണ്. ഈ പാൻസിൻ്റെ കൂടെ വേറെ ടോപ്പ് പെയർ ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ഈ ഷർട്ടിനൊപ്പം വേറെ പാൻസ് പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് വളരെ നല്ലതാണ്. എനിക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിട്ടാണ് തോന്നി. അപ്പോൾ മോഡസ്റ്റ് വെയർ എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ബാക്ക് കവർ ചെയ്യുന്ന പോലെ അത്യാവശ്യം സ്ലീവ്സ് ഇത്ര ഉണ്ടാവാം, അതുപോലെ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള, അതേപോലെ തന്നെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിട്ട് തോന്നിയിട്ടാ. അപ്പോൾ അടുത്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്ലീറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഭയങ്കര ട്രെൻഡിലുള്ളതാണ്. ഞാൻ ആദ്യം എവിടെ അത് കണ്ടേ, H&M ആണോ? H&M അല്ല കേട്ടോ, വേറെ ഏതോ ബ്രാൻഡിലായിരുന്നു. ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2 വർഷം മുമ്പ് ദുർഗാകൃഷ്ണ ഇൻസ്പയർഡ് ലുക്കിന് വേണ്ടിയിട്ട് ആ സമയത്ത് നോക്കിയപ്പോൾ ആളിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഇത് എഗെയിൻ ഇത്രയും ട്രെൻഡിൽ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ നമുക്ക് ഉടുപ്പും ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കാട്ടും മുന്നേ ദീപിക പടുക്കോൺ ഇൻസ്പയർഡ് ലുക്ക് ചെയ്തപ്പോൾ നമ്മൾ സാരിയൊക്കെ അങ്ങനെയായിരുന്നില്ലേ. അപ്പോൾ സാരി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഔട്ട്ഫിറ്റ്സിൽ ഒരുപാട് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ്, അതായത് കോട്ട് സെറ്റ്സ് ഒക്കെ ആയിട്ട് ഈ പ്ലീറ്റഡ് പാറ്റേണിൽ വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ 990 rupees ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ നോക്കി വില കുറയുണ്ടോ, പക്ഷെ ഇതുവരെയും കുറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ഒരു 5-6 മാസം മുമ്പത്തെ മേടിച്ചതാണ്.
പക്ഷെ നല്ല ക്വാളിറ്റി. അത് ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആ ചൂടുകാലത്തൊക്കെ ഇടാം. നല്ല ഷെയ്ഡുമാണ്, പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇത് പോക്കറ്റ്സ് ഉണ്ടോ? പോക്കറ്റ്സ് ഇല്ല. ഇത് ചെറുതായിട്ട് നിഴലടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. പക്ഷെ ഇതിന്റെ ടോപ്പിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഇറക്കുന്നുണ്ട്. ബാക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്യും. നമുക്ക് ഉള്ളിലൊരു ബ്രാലട്ടോ അല്ലെങ്കിൽ സ്ലിപ്പ് ഉണ്ടെങ്കിൽ ഇടാം. കുറച്ച് നിഴലടിക്കുന്നുണ്ട്, പക്ഷെ നല്ല ലൂസാണ്. സ്ലീവ്സ് ഇത്രയുണ്ട്. അപ്പം നല്ലൊരു മോഡസ്റ്റ് വെയർ ആണ് കേട്ടോ. ബാക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് നല്ല സ്റ്റൈലിഷ് ലുക്കാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കോഡ് സെറ്റ്സിന്റെ എസ്പെഷ്യലി ഇനി അങ്ങോട്ട് കാണിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യമായിട്ട് നോക്കി സ്റ്റൈൽ ചെയ്തില്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ മെസ്സി ലുക്ക് പോലെ തോന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാ. അപ്പൊ ഇത് നമ്മള് ഹാർഫെസ്റ്റ് ഉണ്ടായിരുന്നില്ലേ തൃശ്ശൂർ കഴിഞ്ഞ ദിവസം. അപ്പൊ ഞാൻ പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതാ പാൻസും അതേപോലെ തന്നെ ടോപ്പ് കേട്ടോ. ഇത് ബട്ടനാണ്, അതുകൊണ്ട് തന്നെ ഫുള്ള് നമുക്ക് ഓപ്പൺ അപ്പ് ആക്കിയിട്ടും ഇടാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്ലീവ്സിന്റെ അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന് കോളർ ഉണ്ട്. ഇതിനൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നെക്ക് കുറച്ച് ഡീപ്പാണ്. അത് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്ലിപ്പ് പോലെ ഇട്ടിട്ട്, എസ്പെഷ്യലി ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഇടാവുന്നതാണെങ്കിൽ ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡ് വരുന്ന കാരണം കുഴപ്പമില്ല. അങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. പാൻസ് നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇത് റയോൺ മിക്സ് ആയിട്ടാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് ചൂടുകാലത്തും തണുപ്പ് കാലത്തും ഒക്കെ ഒരേപോലെ. തണുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിസംബർ കാലാവസ്ഥ, ഡിസംബർ ജാനുവരി കാലാവസ്ഥയിൽ സുഖമായിട്ട് ഇടാവുന്നതാണ് കേട്ടോ. ഇതൊരു കോട്ട് സെറ്റ് പോലെ ഇടണമെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒന്ന് കുറച്ച് ഒരു എഫേർട്ട് എടുക്കണം സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സാധാരണ ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോൾ നമ്മളെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് മുടി കെട്ടി കമ്മലും മാലയൊന്നും ഇട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ അത് പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അതായത് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് പോലെ, കാരണം വീട്ടിലും നമ്മൾ ഇങ്ങനത്തെ ഇടുമല്ലോ, പൈജാമയും ടോപ്പും ഇടില്ലേ, അതുപോലത്തെ ഒരു ലുക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എഗെയിൻ ഒരാളുടെ ചോയ്സാ, അങ്ങനെ തന്നെ പോണെങ്കിൽ അങ്ങനെ തന്നെ പോവാന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ലുക്കല്ല, നല്ലൊരു സൊഫിസ്റ്റിക്കേറ്റഡ്, നല്ലൊരു മോഡസ്റ്റ്, നല്ലൊരു ക്ലാസ് ലുക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഹീൽസും അതുപോലെ തന്നെ ആക്സസറീസിൽ ചെറിയ ഒരു ഡിഫറൻസ് കൊണ്ടുവന്ന നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഇയർ പീസും മുടിയൊന്ന് ബണ്ണാണെങ്കിൽ നല്ല നീറ്റായിട്ടൊക്കെ കെട്ടിവെക്കുകയാണെങ്കിൽ എഗെയിൻ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇതെനിക്ക് ഇങ്ങനെ തന്നെ ഇട്ടപ്പോഴും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്രോപ്പ് ടോപ്പിനൊപ്പം ജാക്കറ്റായിട്ട് ഇട്ടപ്പോൾ നല്ല സുഖമായിരുന്നു. അപ്പോൾ നമുക്ക് യാത്രയൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ പാൻസ് നല്ല സുഖം ഇടാനായിട്ട്. ഇപ്പോൾ ജീൻസ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര പാടല്ലേ, അങ്ങനെ ആകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും ക്രോപ്പ് ടോപ്പുമായിട്ട് അങ്ങനെ പെയർ ചെയ്യാം. നമുക്ക് ഒരു കവറപ്പ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് മൾട്ടി യൂസ് ആണ്. ഏതൊരു തരത്തിൽ വേണമെങ്കിലും ഈ കോട്ട് സെറ്റ് സ്റ്റൈൽ ചെയ്യാവുന്ന കേട്ടോ. ആ രീതിക്ക് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി കേട്ടോ. ഇതൊരു 600 ആ ഒരു റേഞ്ച് ആയിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്ത്. 500-600 റേഞ്ചിന് ഇത് നല്ലൊരു കോട്ട് സെറ്റാണ്. അടുത്തത് ഇത് ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന ഒരു പജാമ സെറ്റില്ലേ, ആ ഒരു ലുക്കാണ് ഇത്. പക്ഷെ വമ്പൻ ചതിയായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത്, എനിക്ക് ആ മ്യൂസിക് ഇടാൻ തോന്നുന്നത്, നമ്മുടെ ആ ഗൗതം വാസുദേവ് മേനോൻ. ഞാൻ കേട്ടത് ടക്ക് 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 ടക്ക്, അത് കഴിഞ്ഞിട്ട് എനിക്ക് കിടച്ചത് ടക്ക് ടക്ക്. ആ മ്യൂസിക് ഞാൻ പാടുന്നില്ല, അത് അലമ്പായിരിക്കും. പക്ഷെ എക്സാക്ട്ലി ആ ഒരു സംഗതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്തത് ഇതാണ്, പക്ഷെ നമുക്ക് കിട്ടിയത് ഇതാണ്. ഇത് എങ്ങനെ ഇവര് തമ്മിൽ എന്താണ് ഒരു ബന്ധം എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ബോധമില്ലാത്തൊരു സമയമായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഓർഡർ ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനത് എടുത്തു. എന്തായാലും പാക്കേജൊക്കെ ഊരി ഞാനത് കളഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും സാരില്ല, നമുക്ക് ഉൾപ്പെടുത്താം, ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ. പ്രിന്റ് ഭയങ്കര കറബറാന്നുള്ള പ്രിന്റാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു കോക്കി ലുക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പാൻസ് ആൻഡ് ടോപ്പ് ഇത് ഇങ്ങനെ തന്നെ ഇടുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു വീട്ടിലിരുന്ന ഡ്രസ്സിൻ്റെ ലുക്ക് പോലെ തോന്നി. പക്ഷെ നമ്മളൊന്ന് എഗെയിൻ കുറച്ചൊരു എഫേർട്ട്, പോണിറ്റെയിലൊക്കെ കെട്ടി ഒരു നല്ല ഭംഗിയുള്ള ഒരു കമ്മലൊക്കെ ഇട്ട് ഒരു നല്ലൊരു ബാഗൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല സുഖമാണ്. നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ബ്രാലറ്റിൻ്റെ ഒപ്പമൊക്കെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഞാനത് റിട്ടേൺ ചെയ്യുന്നില്ല. എനിക്കിത് ഇടാനുള്ളൊരു സുഖം കൊണ്ട് എനിക്കിത് സൂപ്പറായിട്ട് തോന്നി. പിന്നെ നമുക്ക് ജീൻസും ക്രോപ്പ് ടോപ്പും അതിനൊപ്പം ജാക്കറ്റായിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സുഖമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ട്. ഭയങ്കര ലൂസാണ്. കുറേ പേരുണ്ടാവും ജീൻസ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർ. എനിക്ക് പേഴ്സണലി ഇങ്ങനെ യാത്ര പോകുന്ന സമയത്തൊന്നും ജീൻസ് ഇടാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ആ രീതിക്ക് ഇത് വളരെ നല്ലതാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഇങ്ങനത്തെ ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർ കുറച്ച് പേരുണ്ടാവുമല്ലോ. എനിക്കാണെങ്കിലും ചില സമയത്തൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ഇടാനായിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല, എനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ. ഇതിന് 500 സംതിങ് ആണ്, 550 റുപ്പീസ്. പക്ഷെ എനിക്ക് ആ യെല്ലോ ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. അതിങ്ങനെ ഇങ്ങനെ മാറി വന്നേന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല കേട്ടോ. നമ്മൾ എത്ര എണ്ണം കാണിച്ചു? 4 എണ്ണം കാണിച്ചു അല്ലേ? അത് അഞ്ചാമത്തത് ഈ ഒരു കറപറാന്ന് പ്രിന്റ് ഉള്ളതാണ്. ഇത് നല്ല ഇറക്കമുണ്ട് ടോപ്പിന്. ഒരു A ലൈൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ്, റയോൺ മിക്സ് ആണ്. നല്ലൊരു മോഡസ്റ്റ് വെയർ ആണ് കേട്ടോ. ഇതാ നല്ല രസമുണ്ട്, ഒരു കാട് ഇളകി വരുന്നൊരു ഫീലാണ്. ബട്ട് ഇറ്റ്സ് നൈസ്, നല്ല കൂൾ വൈബാണ് കേട്ടോ. ഇതും പാൻസും നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. സിമ്പിൾ ഓർണമെന്റ്സിൽ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു നല്ലൊരു പ്ലെയിൻ സോളിഡ് ബാഗും കൂടി ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. നമുക്ക് ഈവൻ ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ പറ്റുന്നതാണ്. നമ്മൾ കാഷ്വലി ഇങ്ങനെ ഒരു ബ്രഞ്ച് അങ്ങനെയൊക്കെ നമ്മൾ പോവുമല്ലോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. തട്ടൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് തട്ടും ടേബൺ പോലെയൊക്കെ കെട്ടില്ലേ, അങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഈ ഔട്ട്ഫിറ്റ് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. 500-600 റേറ്റിലാണ് ഉള്ളത്. നല്ല ഔട്ട്ഫിറ്റാണ്, സുഖമാണ്. ഇപ്പം ഞാൻ കാണിച്ച എല്ലാം മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ നല്ല സുഖമാണ് ഇടാനായിട്ട്, വളരെ കംഫർട്ടബിൾ ആണ്. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നണില്ല കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കുറച്ച് നാളായി ഞാൻ ഇങ്ങനെ കോട്ട് സെറ്റ്സ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡസ്റ്റ് വെയർ എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും എൻ്റെ സ്റ്റൈലിലുള്ളതല്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ അല്ല ഇടാറ്. എനിക്ക് ഞാൻ പറയാറില്ലേ, എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പാൻസ് ആണെങ്കിൽ ക്രോപ്പ് ടോപ്സ്, ബനിയൻ ടൈപ്പ്, അങ്ങനത്തെ കുറച്ചുകൂടി കുഞ്ഞു ഡ്രസ്സുകളാണ് എനിക്കിഷ്ടം കൂടുതൽ. എസ്പെഷ്യലി ടോപ്പിന്റെ പോർഷനൊക്കെ അത് ഓരോരുത്തരുടെ കംഫർട്ടാണ് കേട്ടോ. ഒരിക്കലും സ്റ്റൈൽ എന്ന് പറയണതും ക്ലാസ് എന്ന് പറയണതും ഒന്നും നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ അളവിനനുസരിച്ചിട്ടല്ല, അത് കുറവോ കൂടുതലോ എന്നുള്ളതിനനുസരിച്ചിട്ടല്ല. അത് നമ്മളെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഓരോ ഒക്കേഷൻസ് എങ്ങനെയാണ്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണോ സുഖമായിട്ടും കംഫർട്ടബിൾ ആയിട്ടും തോന്നുന്നത്, ഗോ ഫോർ ഇറ്റ്. നമുക്ക് ഇങ്ങനെ ഫുൾ കവേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ആണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ബി ലൈക്ക് സ്റ്റൈലിഷ് ഇൻ സോ മെനി വേസ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് എന്ത് രസമാണെന്ന് പറയുക, സുഖമാണ് ഇടാനായിട്ട്. ഞാൻ പക്ഷെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിൻ്റെ ബട്ടൺ ഊരാൻ പറ്റില്ല, ഇത് കുറച്ച് ഉടായ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ച് ഉണ്ട് ഇവിടെ, ഇപ്പം ഞാൻ അഴിക്കുന്നില്ല, സ്റ്റിച്ച് അഴിച്ചിട്ട് ഇതിനെ വേണമെങ്കിൽ ഒരു ജാക്കറ്റ് പോലെ ആക്കാവുന്നതാണ്. അപ്പം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ അസ്വി വ്ളോഗ്സിലെ ചാലഞ്ച് വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾസോ സോ മച്ച്. കുട്ടി വീഡിയോ ആയിരുന്നു അല്ലേ, നമുക്ക് വേറൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.